എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? അതുപോലെ നിനക്ക് മനസ്സിലായില്ല അല്ലേ? കഷ്ടം. എന്ത് ദ്രോഹം ഞാൻ നിനക്ക് ചെയ്തത്? അതെങ്കിലും ഒന്ന് പറഞ്ഞതാ. നീ ചെയ്തത് എന്തെന്ന് നിനക്കറിയില്ല അല്ലേ? ശരി, കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത മന്ദബുദ്ധിക്ക് ചൊല്ലിത്തരാം. എന്തിനാ ഞാൻ അവിടെ വന്നത്? പറയൂ. എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ. ആണല്ലോ. എന്നിട്ട് നീ വന്നോ? ഇല്ല. ഡ്രൈവർ വന്നു നിൽക്കുന്നത് പോലെ നീ എന്നെ അവിടെ നിർത്തി. അതെന്തിനാ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇനി വരണ്ട. പോരട്ടെ, ചോദിച്ചത് ഉത്തരം പറയടി. എന്തിനാ നീ എന്നെ അവിടെ 30 മിനിറ്റ് പിടിച്ചു നിർത്തിയത്? അത് ഞങ്ങളൊരു കാര്യം ചർച്ച ചെയ്യായിരുന്നു. ഞങ്ങളോ? അതാരൊക്കെയാ? പറയടി, പറയാൻ. അത് സതീഷ് സാറും പിന്നെ സതീഷ് സാറും. ആരാടി നിന്റെ സതീഷ് സാറ്? ചോദിച്ചത് ഉത്തരം പറയടി. ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാനെന്ത് പറയാനാ? ഒന്നും പറയാനില്ലേ? ശരി, പറയണ്ട. നീ ഒന്നും പറയണ്ട. മുപ്പത് മിനിറ്റ് അല്ല, 30 മണിക്കൂർ നീ അതിനകത്ത് കിടന്നോ? ഒന്നും മിണ്ടാതെ. സാറേ സാറേ സാറേ, നേരം വെളുത്തപ്പോഴേ ഒരാൾ വന്നിട്ടുണ്ട്. മായ. ഓ, ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. വല്ലാത്തൊരു ഭാവം. എന്തു മാറ്റം? ഒരു നാഗവല്ലിയെ പോലെ. നോട്ടവും ഭാവവും ഒക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് സാർ സൂക്ഷിച്ചിടപെടണേ. ശരി. കുട്ടി ഇവിടെ നിന്ന് കരയാണോ? എന്തു പറ്റി? പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയാം. എനിക്ക് പറയണം. ഇന്നലെ വന്നത് എന്റെ ഭർത്താവാണെന്ന് പറയാനൊക്കില്ല. പക്ഷേ ഞാനിപ്പോ അയാളുടെ സംരക്ഷണയില്ല. സഞ്ജയ് ബാലി, അതാ പേര്. ഡോക്ടറാ. പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതെന്താ? അതെനിക്കറിയില്ല. പിന്നെ അങ്ങേർക്ക് അതിന്റെ ആവശ്യമില്ല. ഓ, കോടീശ്വരനാ. മെഡിക്കൽ പ്രാക്ടീസിലൂടെയാണോ അയാള്? അതൊന്നും എനിക്കറിയില്ല സർ. ഒന്നും അറിയാത്ത ഒരാളുടെ ഒപ്പമാണോ കുട്ടി? എന്റെ ഗതികേട്. ഇന്നലെ തന്നെ ഇവിടെ വെയിറ്റ് ചെയ്യിച്ചു എന്ന് പറഞ്ഞ് ഒത്തിരി ഉപദ്രവിച്ചു. മുറിയിലൊക്കെ പൂട്ടിയിട്ടു. ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? നിങ്ങൾക്ക് പ്രായപൂർത്തിയായതല്ലേ? അയാളെ വിട്ടു പൊയ്ക്കൂടെ? ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യും?
എനിക്ക് ആരുമില്ല സർ. മായ ഇങ്ങനെ കരയാതെ. ഞാൻ വെറുതെ ഒരു നിർദ്ദേശം പറഞ്ഞതേ ഉള്ളൂ. ബാലി അത്ര ക്രൂരനാണെങ്കിൽ ചില നേരത്ത് ഉം, രാത്രി ഒത്തിരി ഉപദ്രവിച്ചു. നേരം വെളുത്തപ്പോ എല്ലാം മറന്നു, എല്ലാം. ചിലപ്പോ തോന്നും അയാൾക്ക് ഭ്രാന്താണെന്ന്. നിന്റെ ജീവൻ ഡോക്ടറുമായിട്ട് ഒരു കൺസൾട്ടേഷൻ നടത്തി നോക്ക്. നല്ലയാളാ. ഒരു മനുഷ്യനെ അംഗീകരിക്കില്ല ബാലി. മറ്റുള്ളവരെയൊക്കെ പുച്ഛവും വെറുപ്പുവാ. വേറെ ആരും ഇല്ലാത്തോണ്ടാണോ മായ ബാലിയോടൊപ്പം? എന്ന് പറയാൻ പറ്റില്ല. തുടക്കത്തിൽ അങ്ങേരെ ഞാൻ സ്നേഹിച്ചിരുന്നു. പക്ഷേ ഇപ്പോ ഇല്ല. ഇപ്പൊ വെറുപ്പ് മാത്രം. എനിക്ക് വിട്ടുപോരണോന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. പക്ഷെ പിന്നെ ഞാൻ എന്ത് ചെയ്യും? മായ വളരെ ടാലന്റഡ് ആണ്. ഇത്രയും കഴിവുള്ള ഒരാൾക്ക് ജീവിക്കാനാണോ പ്രയാസം? എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനാവില്ല. കൂട്ടുവേണം. എന്റെ ജീവിതത്തെക്കുറിച്ച് കേട്ടാ സാറിനത് മനസ്സിലാവും. സാറിനറിയോ ഞാൻ എത്രയാ സഹിച്ചിരിക്കുന്നതെന്ന്. സതീഷ്, ആ ഹായ് യാമിനി. ഡിസ്കഷനിലാണോ? പ്ലീസ് കം. എന്തുണ്ട് വിശേഷം? സതീഷ് രാത്രി വിളിച്ചു പറഞ്ഞില്ലേ മഹാപ്രഭയുടെ കാര്യം? ഏത് മഹാപ്രഭ? റാണി ലക്ഷ്മിഭായിയുടെ സുന്ദരിയായ നീസ്, തലമുറകൾ നീണ്ട കുടിപ്പകയുടെ കാരണമായ ചരിത്ര വനിത. ഓ യെസ്, അവരുടെ ഒരു നല്ല ചിത്രം കിട്ടിയിട്ടുണ്ട്. ആ ചരിത്ര പശ്ചാത്തലം കൃത്യമായിട്ട് കിട്ടിയാൽ അത് റീവർക്ക് ചെയ്യാം. ഞാൻ മുഴുവൻ ഡീറ്റെയിൽസും കളക്ട് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. നമുക്ക് എന്റെ റൂമിലിരിക്കാം. ഷോ. മായ, വർക്ക് തുടങ്ങിക്കോളൂ. നമുക്ക് പിന്നെ കാണാം. വർക്ക് ചെയ്യാനുള്ള മൂഡിലല്ല ഞാൻ. എങ്കിൽ റെസ്റ്റ് എടുത്തോ. പോ. യാമിനിയോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. കൃത്യസമയത്താണ് നിങ്ങൾ എത്തിയത്. അതെന്താ? ഇന്നലെ ഇവിടെ ഡോക്ടർ സഞ്ജയ് ബാലി വന്നിരുന്നു. മായ ഇപ്പൊ അയാളുടെ ഒപ്പം. ആരാ ഈ സഞ്ജയ് ബാലി? ആ പേര് കേട്ടിട്ടുണ്ട്. എന്റെ ശത്രു. തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും 2 വൃദ്ധർക്ക് ദയാവധം കൊടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നയാൾ. ഓ, മനസ്സിലായി. കുറെ കാലം മുമ്പ് കക്ഷി വാർത്തകളുണ്ടായിരുന്നു. കൊലയാളി ഡോക്ടർ, am I right? യെസ്, അത് തന്നെ. അയാളുടെ ലൈസൻസ് റദ്ദാക്കിയത് ഞാൻ വാർത്തയാക്കിയതിനാൽ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞ ഇറക്കിയയാള്. അയാൾക്കിവിടെ എന്താ കാര്യം? ഇതൊരു പ്ലാൻഡ് മൂവാണെന്ന് പോലെ എനിക്ക് സംശയമുണ്ട്. മായ ഇവിടെ വരുന്നത് ഡോക്ടർ ജീവൻ വഴിയാ. യെസ്, ഐ നോ. മായ ഇവിടെ എത്തിക്കാൻ ഡോക്ടർ ബാലി ചില കരുനീക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാ എന്റെ സംശയം. എന്നെ ലക്ഷ്യമിട്ട്. ഓ, എങ്കിൽ സതീഷ് ഒന്ന് കരുതിയിരിക്കണം. എനിക്കിപ്പോ പേടി അവളെയാ, ആ മായേ. നിങ്ങളൊരു സ്കേർട്ട് ചേസർ അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. സതീഷ്, യു ആർ ഔട്ട്ഡേറ്റഡ്. ഈ കാലത്ത് ഒരു ചെറുപ്പക്കാരും ഇങ്ങനെ പറയില്ല. ഞാനിത്തിരി പഴഞ്ചനാ. ഇമാതിരി കേസുകൾ എടുക്കാൻ എനിക്കിപ്പോഴും പേടിയാ. പക്ഷേ മായ നിങ്ങളെ വിടുമെന്ന് തോന്നുന്നില്ല. ഇടയ്ക്കറി വന്നോണ്ടാവും എന്നെ ഒരു നോട്ടം നോക്കി ദഹിച്ചുപോയി. ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ വന്ന് രക്ഷിച്ചാ മതി. അതിന് ചെലവുണ്ട് കേട്ടോ. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇതിലെല്ലാം ഉണ്ട്. വിശദീകരണം വല്ലതും വേണമെങ്കിൽ ചോദിച്ചാൽ മതി. എന്താ മായ? സർ, ഒരു സംശയമുണ്ട്. രാജാരവിവർമ്മയുടെ ചിത്രമാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോ കിളിമാനൂർ കൊട്ടാരത്തിന്റെ ബാക്ക്ഡ്രോപ്പിൽ തന്നെ ചെയ്താലോന്നാ ഞാൻ ആലോചിക്കുന്നത്. അതങ്ങനെ മതി. ഞാൻ തന്നെ നെഗറ്റീവ് സ്റ്റഡി ചെയ്തിട്ടുണ്ടല്ലോ. എനിക്കൊരു നിർദ്ദേശമുണ്ട്. വിരോധമില്ലെങ്കിൽ പ്ലീസ്. 14-ാം വയസ്സിലാണ് രവിവർമ്മ തിരുവനന്തപുരത്ത് വരുന്നത്. അവിടെ വെച്ചാണ് കലാകാരൻ എന്ന രീതിയിൽ ഒരു രൂപപ്പെടൽ സംഭവിക്കുന്നത്. മഹാരാജാവിന്റെ പുസ്തക ശേഖരങ്ങളും മ്യൂറൽസും യൂറോപ്യൻ ചിത്രശേഖരങ്ങളുമാണ് അതിന് പ്രധാന കാരണം. അപ്പോ ആ പശ്ചാത്തലത്തിലുള്ള ചിത്രമായാലോ? കൊള്ളാം. ഫോർമേഷൻ ഓഫ് ആൻ ആർട്ടിസ്റ്റ്. മായ്ക്ക് വളരെ ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റും. നോക്കട്ടെ.
നില്ല് മായ മേഡത്തെ ഞാൻ വിളിക്കാം. എനിക്ക് അവളെയല്ല, നിന്റെ ഏമാനെയെ കാണേണ്ടത്. സാറില്ല, ഇപ്പൊ കേറാനും പറ്റില്ല. പോയ നീ എന്ത് ചെയ്യും? ഞാൻ വിടൂല, അത്ര തന്നെ. സാർ കേറരുതെന്നാണ് പറഞ്ഞത്. സാർ സതീഷ് സാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സാർ കേറരുത്. സാർ ഗംഭീരമായിട്ടുണ്ട്. താങ്ക് യു സർ. സർ, എനിക്ക് സാറിനോട് സംസാരിക്കണമായിരുന്നു പേഴ്സണലായിട്ട്. സാർ ഫ്രീ ആണോ? അതിന് ഇനി സമയമുണ്ടല്ലോ മായേ, നമ്മളൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഹേയ്, അവിടെ നിൽക്ക്. നകുല, സാർ, 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 ഹോസ്പിറ്റലിൽ പോകാൻ എത്ര നേരമായിട്ട് പറയുന്നു. നമുക്ക് പോയാലോ? വേണ്ട, ഇനി വൈകാൻ പാടില്ല. ഉടനെ വേണം. എന്ത്? അവനെ കൊല്ലണം. ആരെ? സതീശനെ. അയ്യോ, അതെന്തിനാ? അയാൾ എന്ത് ചെയ്തിട്ടാ? അയാള് ചത്ത നിനക്കെന്താടിയും? അയാളെന്നല്ല ഒരാളും ചാവാൻ പാടില്ല. മിണ്ടരുത്. നിങ്ങൾക്ക് എന്താ ഭ്രാന്തായോ? അതെ, നിന്നെ പോലെ എനിക്കും ഭ്രാന്ത. നീ അത് നാട്ടുകാരോട് പറഞ്ഞു നടക്കുന്നു മാത്രം. എന്ത് ഭ്രാന്താണെങ്കിലും ഇങ്ങനെയൊക്കെ പറയൂ. നിങ്ങൾക്ക് ആ മനുഷ്യ വല്ല ദ്രോഹം ചെയ്തോ? നല്ല മനുഷ്യനാ. നിനക്കെന്താ അയാളോട് ഇത്ര താല്പര്യം? അയാൾ നന്മയുള്ളവനാ, നിങ്ങളെപ്പോലല്ല. നല്ല മനുഷ്യനെ ധ്യാനിച്ച് ഇതിനകത്തിരുന്നോ? എന്നെ തുറന്നുവിടാൻ. തുറക്കാനാ പറഞ്ഞത്. ഇനി നീ അതിനകത്തുനിന്ന് പുറത്തു കിടക്കില്ല. വിശന്ന് ചത്തു കഴിയുമ്പോ ഞാൻ വരാം കുഴിച്ചിടാൻ. എന്നെ തുറന്നുവിടാൻ. തുറക്ക്.
റിസർച്ച് പേപ്പറാ നിർത്താൻ. സർ, എന്താ മായ? സർ, ഞാൻ വലിയൊരു ക്രൈസിസിലാണ്. ബാലി അടിച്ചിറക്കി കാണുമല്ലേ? ഇതിപ്പോ സ്ഥിരമാണല്ലോ. ഇങ്ങനെ തുടരാൻ പറ്റുമോ? ഇല്ല, ഇനി പറ്റില്ല. ഈ ബന്ധം അവസാനിച്ചു. എന്നിട്ട് എന്ത് ചെയ്യാനാ? തൽക്കാലം ഒരു ജോലി ഉണ്ടല്ലോ, ഒറ്റയ്ക്ക് പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് നോക്കണം. സർ, ഈ രാത്രി തങ്ങാൻ ഒരിടം വേണം. മായ വണ്ടി കയറി. അയാൾ അത്രയും വയലൻ്റായ സ്ഥിതിക്ക് മായനെ ആ വീട്ടിലേക്ക് മടങ്ങണ്ട. ഇല്ല, നിങ്ങൾ പറഞ്ഞു വിട്ടാലും ഞാൻ പോവില്ല. എനിക്ക് എവിടെയെങ്കിലും ഞാൻ സാറിന്റെ വീട്ടിൽ കഴിഞ്ഞോളാം. അയ്യോ, അത് പറ്റില്ല. സർ പ്ലീസ്, എന്നെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല. ഞാൻ ഇവിടെ മൂലക്കെങ്ങാനും കിടന്നോളാം. അതൊന്നും ശരിയാവില്ല. ഞാൻ അവിടെ ഒറ്റയ്ക്കല്ലേ. അതെ മായ, നമുക്ക് വേറെന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കാം. നിനക്ക് ഹോസ്റ്റലുകളിൽ വല്ല പരിചയമുണ്ടോ? നോക്കട്ടെ. നിങ്ങൾക്ക് ഞാനൊരു ശല്യമായല്ലേ? ഹേ ഹേ, അതൊന്നും സാരമില്ല. മനുഷ്യർക്കൊരു ആവശ്യം വരുമ്പോഴല്ലേ സഹായിക്കേണ്ടത്. ഇനി ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതെ നോക്കിക്കൊള്ളാം. അതിന് മായ സ്വന്തം കാലിൽ നിന്നാൽ മാത്രമേ നടക്കൂ. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. കുഴപ്പമില്ല. YWCയിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഞാൻ വരണോ അതോ? വേണ്ട, ഇവിടെ അടുത്തല്ലേ, ഞങ്ങൾ പൊക്കോളാം. അവിടെ ചെന്നിട്ട് മിസ് മാർഗരറ്റിനെ കണ്ടാൽ മതി. എന്റെ പേര് പറഞ്ഞോളൂ. താങ്ക് യു സർ. സർ, എന്താ മായ? സാറിന് നന്നായി സൂക്ഷിക്കണം. അതെന്തിനാ? ബാലി സാറിനെ കൊല്ലുമെന്നാ പറഞ്ഞേ. സാരമില്ല, 10 വർഷം മുമ്പേ പറഞ്ഞത്. പക്ഷേ സാർ അന്ന് കണ്ട ബാലിയല്ലിപ്പോ. സൂക്ഷിക്കണം. ശരി, മായ പൊയ്ക്കോളൂ. തൽക്കാലം ഹോസ്റ്റലിലാക്കിയെങ്കിലും മായ വലിയ തലവേദനയാവുന്ന എന്റെ തോന്നല്. സാധ്യതയുണ്ട്. അതാണ് പ്രശ്നം. വ്യക്തിപരമായ കാര്യങ്ങൾ കൂടി മറ്റുള്ളവരുടെ തലയെ കെട്ടിവെക്കുന്നവരെ എനിക്ക് തീരെ ഇഷ്ടമല്ല. സതീഷേ, ഈ വിഷയങ്ങളെ കാണേണ്ടത് അങ്ങനെയല്ല. മനസ്സ് സങ്കീർണമാവുകയും സ്വയം പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ പെടുകയും ചെയ്യുമ്പോഴാണ് ഒരാൾ മനോരോഗിയായി മാറുന്നത്. അത് ശരിയാണ്. മായ നമ്മുടെ അടുക്കൽ വരുമ്പോൾ തന്നെ ആ അവസ്ഥയിലായിരുന്നു. ചിലപ്പോൾ ഇതിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ഇനിയും സാധ്യതയുണ്ട്. അതുകൊണ്ട് മായ കുറച്ച് ദിവസം മാറി നിൽക്കട്ടെ. അതാണ് ആ കുട്ടിക്ക് നല്ലത്. അതെ, സതീഷ് പറഞ്ഞതുപോലെ പ്രശ്നങ്ങൾ തനിയെ പരിഹരിച്ചിട്ട് മായ മടങ്ങി വരട്ടെ. പക്ഷേ നമ്മളിവിടെ റീഹാബിലിറ്റേഷൻ കോഴ്സ് ഒന്നും നടത്തുകയല്ലോ. ഒരു കാരണവശാലും അങ്ങനെ കാത്തിരിക്കാനാവില്ല. സാറ് തന്നെയാ പാലിക്കാൻ പ്രയാസമുള്ള ഡെഡ് ലൈൻ വെച്ചത്. ഓർമ്മയുണ്ടല്ലോ, 6 മാസമാണ് എനിക്ക് അനുവദിച്ച സമയം. ഒന്നും മറന്നിട്ടില്ല. ഒരു പരിഹാരമുണ്ട്. ആ മുരളീകൃഷ്ണനെ വിളിക്കൂ.
അയാൾക്കൊരു അവസരം കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചതാണല്ലോ. പക്ഷേ അയാളും പ്രശ്നമല്ലേ? എന്താ ചിരിക്കുന്നത്? അല്ല, ഈ പ്രപഞ്ചത്തിലെ മനോരോഗികൾ എല്ലാരും കൂടി എന്നെ തേടി വരുന്നത് പോലൊരു തോന്നല്. സ്വാഭാവികമാണത്. കാലങ്ങളായി മറിഞ്ഞു കിടക്കുന്ന ചരിത്രത്തെ പുനഃസൃഷ്ടിക്കാൻ ശ്രമിക്കുകയല്ലേ നമ്മൾ. ഇതൊക്കെ സംഭവിക്കാം. വളരെ പൊയറ്റിക്കായ സ്റ്റേറ്റ്മെന്റ് ആണിത്. പക്ഷെ ഇവറ്റകളെ മേയ്ക്കുന്ന പാട് എനിക്കല്ലേ, അതോർക്കുമ്പോഴാ പേടി. സതീഷ് പറയുന്നത് ശരിയാണച്ചാ. ആ ചിത്രാലയത്തിന് തന്നെ എന്തോ വല്ലാത്തൊരു എനർജി ഉള്ളതുപോലെ തോന്നാറുണ്ട്. ഒരുപാട് പടയോട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതല്ലേ. എത്ര ചോര വീണു, എത്രയോ ജന്മങ്ങൾ കടന്നുപോയി. അതും വിചിത്രമായ മാനസികാവസ്ഥയുള്ളവർ. സതീഷിനറിയൂ, അതിനടുത്തായി ഉമ്മയമ്മ രണ്ടിയുടെ കൊട്ടാരമുണ്ട്. കാലങ്ങളായി തുറക്കാത്ത അതിൽ നിറയെ വാവലുകളാണ് പാർക്കുന്നത്. വിഷപ്പാമ്പുകളും വിചിത്ര ജീവികളുമുണ്ട് അവിടെ. കേട്ടിട്ടുണ്ട്. 3.5 നൂറ്റാണ്ട് മുമ്പ് മാടമ്പിമാർ കത്തിച്ചതാണ് ആ കൊട്ടാരം. അതിൽ മുന്നിൽ കെട്ടിയിരുന്ന ആന നിന്ന് കത്തിയെന്നാണ് കേട്ടിരിക്കുന്നത്. ചരിത്രം സഞ്ചരിച്ച ഇടങ്ങൾ അതിന്റെ കാലുഷ്യങ്ങളും നിഗൂഢതകളും ബാക്കി വയ്ക്കുന്നു. അവിടെ എത്തുന്ന വളരെ സെൻസിറ്റീവായ മനസ്സുകൾക്ക് ചില അനുഭവങ്ങളുണ്ടാവും. മുരളിക്കും മായയ്ക്കും മാത്രമല്ല, സതീശനും ഉണ്ടാവാം. മനസ്സിൽ പ്രാർത്ഥന വേണമെന്ന് ആദ്യമേ ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. പക്ഷെ മാനേജ് ചെയ്യാൻ പറ്റാത്തതിനപ്പുറം വരുമ്പോഴാണ്. വരുമെന്ന് തന്നെ ഉറപ്പിച്ചോളൂ. എന്തു വന്നാലും നിങ്ങൾ പിന്തിരിയരുത്. ഇനിയും ഉണ്ടാവും കോംപ്ലിക്കേഷൻസ്. എന്റെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടാകാം. പക്ഷേ സതീശൻ ഉറച്ച മനസ്സോടെ നേരിടണം. എന്തു പറയുന്നു? ഹലോ, എങ്ങോട്ട് പോണ്? അകത്തൊന്നും കയറാൻ പറ്റൂല. അതിന് ശിപ്പായുടെ അനുവാദം എനിക്ക് വേണ്ട. അകത്ത് കയറാൻ പറ്റൂലെന്നാ പറഞ്ഞേ. മാറി നിൽക്ക്. നകുല, ആ ഞാൻ നിങ്ങളെ കാണാനാ വന്നത്. വരൂ. ഇവനെയൊക്കെ രണ്ടെണ്ണം പൊട്ടിച്ച അവിടെയുണ്ടത്. വേണമെങ്കിൽ ഇരിക്കാം. വേണ്ട, മായയെ വിളിക്കൂ. മായ ഇവിടെ ഇല്ല. പിന്നെ അവളെവിടെയാ? എനിക്കെങ്ങനെ അറിയാം? മായ ഇന്നിവിടെ വന്നിട്ടില്ല. സംശയം ഉണ്ടെങ്കിൽ കയറി നോക്കാം. സത്യത്തിൽ എന്താ മിസ്റ്റർ നിങ്ങളുടെ പ്രശ്നം? എന്തിനാ ഇവിടെ കയറി നിരങ്ങുന്നത്? എല്ലാം മറന്നുവല്ലേ? എന്റെ ജീവിതവും കരിയറും താൻ കുട്ടിച്ചോറാക്കിയത് മറന്നു. അതൊന്നും എന്റെ തലയിൽ കെട്ടിവെക്കേണ്ട കാര്യമല്ല. കരിയറും ജീവിതവും ഒക്കെ തകർത്തത് നിങ്ങൾ തന്നെയാണ്. ഞാനത് റിപ്പോർട്ടിംഗ് മാത്രമാണ് ചെയ്തത്. റിപ്പോർട്ടിംഗ്? അപ്പോഴേക്കും അമ്നേഷ്യ വന്നു. മറക്കണം, അതാണല്ലോ സൗകര്യം. ഒന്നും മറന്നിട്ടില്ല ബാലി.